ഹലോ, ഇന്നൊരു മസാല ഇഡ്ഡലിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം മസാല റെഡിയാക്കാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാല, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കാം. 3 മുട്ട ബോയിൽ ചെയ്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയ്ക്ക് പകരം ചിക്കനോ ബീഫോ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മളെ മസാല ഒന്ന് മാറ്റി വെക്കാം. തലേന്ന് അരച്ച് വെച്ച ഇഡ്ഡലി മാവാണ്. ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ചീച്ചായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം. മാറ്റി വെച്ച മുട്ട മസാല മാവിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മാവ് മസാലൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഒരു 10-15 മിനിറ്റ് അതൊന്ന് വേവിച്ചെടുക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ലഞ്ച് ബോക്സിക്കും കൊടുത്തയക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ എഗ്ഗ് മസാല ഇഡ്ഡലി റെഡിയായി.